ഹായ്. അപ്പതേ ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നില്ലാട്ടോ. ഞങ്ങളിവിടെ ഫ്രൂട്ട് പഞ്ച് കുടിക്കാനായിട്ട് പോവാണ്. പിന്നെ ഞങ്ങൾ കുപ്പിയൊക്കെ വാങ്ങിച്ചു. ഇതാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ ഡ്രസ്സിൻ്റെ കളറിന് ചേരുന്ന രീതിയിലുള്ള ക്യാപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളത് കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ് ഇതാണ്. ഇതൊരു ഓപ്പൺ ഏരിയ ആയിട്ട് വരുന്ന രീതിയിലുള്ള റെസ്റ്റോറൻറ്റാണ്. ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതേ കണ്ട് ഫോറിനേഴ്സ് ഇല്ല കേട്ടോ, നോർത്ത് ഇന്ത്യൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോവിഡ് ആയതുകൊണ്ട് തന്നെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇവരുടെ ചെയ്തിരിക്കുന്നത്. നല്ലൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ബീച്ചിൻ്റെ പേര് അഞ്ജന ബീച്ച് എന്നാണ്. അപ്പം ഇവിടെ കുറച്ച് നമ്മുടെ റെസ്റ്റോറൻറ്റൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തൂടാണ് നടന്നാണ് നമ്മൾ താഴേക്ക് ബീച്ച് ഈ വഴിയാണ് നമ്മൾ ബീച്ചിലേക്ക് പോണത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ബീച്ചിലേക്ക് പോകുമ്പോഴത്തേനും ഇതുപോലുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന രീതിയിലോട്ടുള്ള. അപ്പം ഇനി ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടേക്ക് ഇങ്ങനെ ഈ ബിയർ അങ്ങനെ കഴിക്കുന്നതിലൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാരെല്ലാം ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ടാണ് എല്ലാവരും ബീച്ചിലൂടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബീച്ച്. അപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങിപ്പോകാനായിട്ട് കുറച്ച് ഹൈറ്റ് വ്യത്യാസമുണ്ട്. കാരണം ബീച്ച് ഇങ്ങനെ തൊട്ടടുത്താണ് നമ്മൾ കടൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് ശേഷം വരുന്ന കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള, അതായത് ഇവിടെ മലകളോട് ചേർന്നിട്ടുള്ള തീരങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി വരണം. വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഇത് എൻജോയ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർ.
ബീച്ചിലും ഇവിടെ നമുക്ക് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട് ഈ റെസ്റ്റോറൻറ്റ്സ് കണ്ട് അപ്പം വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കടൽ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഫുഡും ലിക്കറൊക്കെ കഴിക്കാവുന്ന രീതിയിലാണ് ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ റൈഡുകളാണ്, ബോട്ട് റൈഡുകളാണ്. ഈ ഒരു റൈഡിൻ്റെ പേര് എനിക്ക് തോന്നുന്നു ബനാന റൈഡ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആൾക്കാരിങ്ങനെ ഇരുന്നിട്ട് കുറച്ച് ആൾക്കാർ കാണും. അപ്പം ഇരുന്നിങ്ങനെ റൈഡ് പോകാൻ പറ്റിയതാണ്. അപ്പം നമ്മൾ ഇവിടെയുള്ള ഏത് ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കും കളറ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പല തരത്തിലുള്ള ഇപ്പോൾ ഒരാൾ മാത്രമായിട്ട് പോകുന്ന റൈഡുണ്ട്, ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പായിട്ട് പോകുന്ന റൈഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ റൈഡുകളിലൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ ആൾക്കാർ മിക്കവരും ഇവിടെ വരുന്നവരെല്ലാവരും ഇവർ ഏജൻറ്റുമാർ കാണും. അപ്പോൾ അവരെല്ലാം ക്യാൻവാസ് ചെയ്തിട്ടാണ് ഓരോരോ റൈഡുകളായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇവിടെ ചിലവഴിക്കാവുന്നതാണ്.